ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അഷ്ടമിരോഹിണി ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ശ്രീകൃഷ്ണ രൂപത്തിൽ അവതരിച്ചത്, എന്താണ് അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം എന്നൊക്കെ നമ്മൾ കഥാരൂപത്തിൽ പറഞ്ഞിരുന്നു. ഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ടാണ് ജനിച്ചത്. അതിനു വേണ്ടിയിട്ട് ദേവകിയെ വിവാഹം കഴിക്കണം വസുദേവര്. ദേവകിയും വസുദേവരും ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി എല്ലാ ദേവന്മാരും അതുപോലെ തന്നെ ദേവസ്ത്രീകളും വിവിധ ജന്മങ്ങൾ കൈവരിച്ചു. അവരൊക്കെ മനുഷ്യരായി ജനിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അവരൊക്കെ ഭൂമിയിൽ ജനിച്ച ഉടൻ തന്നെ അവരാരായിരുന്നു ഇതിനു മുമ്പ് എന്നുള്ള കാര്യം മായാദേവിയുടെ ശക്തിയാൽ അവർ മറന്നുപോയിരുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു. ഭഗവാന്റെ അവതാരത്തിനുള്ള കാലം എത്തിച്ചേർന്നു. ദേവക യാദവൻ്റെ ഇളയ പുത്രിയായ ദേവകി വിവാഹപ്രായത്തിൽ എത്തി. അതിസുന്ദരി. അവളുടെ വിവാഹം അത്യാഡംബരപൂർവം നടത്തുവാൻ അപ്പോഴത്തെ ഭോജരാജാവായിരുന്ന കംസൻ ഉറയ്ക്കുകയാണ്. ഉഗ്രസേനന് ഭരണാധികാരം ഇല്ലാതിരുന്നതിനാൽ രാജകന്യകയായ ദേവകിയുടെ വിവാഹം രാജാവായി വാഴുന്ന താൻ തന്നെയാണ് നടത്തി കൊടുക്കേണ്ടത് എന്ന് ആര് നിശ്ചയിക്കുകയാണ്? കംസൻ നിശ്ചയിക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ്? സഹോദരി ആണ്, കംസൻ്റെ സഹോദരിയാണ് ദേവകി എന്ന്. എങ്ങനെയാണ് കംസൻ്റെ സഹോദരിയായത് ദേവകി? ഇവിടെ ഉഗ്രസേന മഹാരാജാവിൻ്റെ പുത്രനാണ് കംസൻ. ദേവകൻ എന്ന യാദവ പ്രമുഖൻ്റെ മകളാണ് ദേവകി. അതുകൊണ്ടാണ് ദേവകൻ്റെ പുത്രി ആയതുകൊണ്ടാണ് ദേവകി എന്ന നാമം ലഭിച്ചത്. ഇവിടെ ദേവകനും ഉഗ്രസേനനും തമ്മിലുള്ള ബന്ധം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ദേവകനും ഉഗ്രസേനനും സഹോദരന്മാരാണ്. അതായത് ആഹുകൻ എന്ന യാദവന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളാണ് ദേവകനും ഉഗ്രസേനനും. ദേവകനാണ് ജ്യേഷ്ഠൻ, പക്ഷേ ഉഗ്രസേനനാണ് രാജാവായത്. ആ ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ. അങ്ങനെ വരുമ്പോൾ വല്യച്ഛൻ്റെ മകൾ, അതായത് കംസൻ്റെ വല്യച്ഛൻ്റെ മകളാണ് ആര്? ദേവകി. അക്കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ദേവകിയുടെ വിവാഹം ഭംഗിയായി നടത്തുന്നതിനായിട്ട് ആര് തീരുമാനിക്കുന്നു? കംസൻ തീരുമാനിക്കുന്നു. ജ്യേഷ്ഠത്തിമാരുടെ ഭർത്താവായ വസുദേവരെ കൊണ്ട് തന്നെ ദേവകിയെയും വിവാഹം കഴിപ്പിക്കുവാൻ കംസൻ തീരുമാനിച്ചു. പിതാവായ ഉഗ്രസേനനോ ദേവകനോ അതിൽ എതിരൊന്നും തോന്നിയതുമില്ല. അന്ന് ബഹുഭാര്യാത്വം അനുവദിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു. ഭോജരാജാവിൻ്റെ മോടിക്കും പദവിക്കും പ്രതാപത്തിനും യോജിക്കുന്ന വിധം അത്ര കേമമായിട്ടാണ് കംസൻ ആ കല്യാണം നടത്തിയത്. അനവധി രാജാക്കന്മാരും പൗരാവലികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ കുലഗുരുവായ ഗർഗാചാര്യരുടെ പൗരോഹിത്യത്തിലായിരുന്നു ദേവകി വസുദേവന്മാരുടെ വിവാഹം നടത്തിയത്. സദ്യയും സർവാണി സദ്യയും ദക്ഷിണകളും ദാനങ്ങളുമെല്ലാം ധാരാളമായി കൊടുത്തു. വരദക്ഷിണയായി
400 ആനകളും 14,000 കുതിരകളും 10,000 തേരുകളും 10,000 ദാസികളും 16,000 പശുക്കളും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പലതരം വിശേഷപ്പെട്ട പാത്രങ്ങളും ശയ്യോപകരണങ്ങളും ഒട്ടനവധി പട്ടാമ്പരങ്ങളും, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വസുദേവർക്ക് ആര് നൽകുന്നു? കംസൻ സമ്മാനമായി നൽകുന്നു. അങ്ങനെ കല്യാണഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വധുവിനെ വരൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സമയമായി. ആ സമയത്ത് പലവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങി. സഹോദരിയോടുള്ള സ്നേഹം കൊണ്ട് കംസൻ തൻ്റെ സ്വർണ്ണരഥം തന്നെ സജ്ജമാക്കുകയാണ്. ആചാരവിധി അനുസരിച്ച് എല്ലാവരെയും തൊഴുത് വന്നിച്ച് യാത്ര അനുവാദവും അനുഗ്രഹങ്ങളും വാങ്ങി വധൂവരന്മാർ ആ തേരിൽ കയറിയിരുന്നു. അപ്പോൾ വീണ്ടും 12 ഭാരം സ്വർണം കൂടി വരദാനം എന്ന നിലയിൽ കംസൻ ആ രഥത്തിൽ കൊണ്ടുചെന്ന് വെപ്പിച്ചു. എത്രത്തോളം സഹോദരിയോട് കംസന് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. എൻ്റെ അനുജത്തിയുടെ ഈ രഥം ഇപ്പോൾ നയിക്കുവാൻ പോകുന്നത് ഞാനാണ് എന്ന് ഉച്ചത്തിൽ എല്ലാവരും കേൾക്കെ കംസൻ പറഞ്ഞിട്ട് ചമ്മട്ടിക്കോലും എടുത്ത് സാരഥിയുടെ സ്ഥാനത്ത് ചാടിക്കയറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ തേര് തെളിക്കുകയാണ്. മഹാരാജാവ് തന്നെയാണല്ലോ രഥം തെളിക്കുന്നത് എന്ന് കണ്ട് ആളുകൾ അതിശയിച്ചു. അവർ സഹോദരൻ്റെയും സഹോദരിയുടെയും സ്നേഹത്തെപ്പറ്റി സംസാരിച്ചു. അനുജത്തി, രഥത്തിന് വേഗത കൂടുന്നത് കൊണ്ട് നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ വേഗത കുറയ്ക്കാം എന്ന് കംസൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി സ്നേഹത്തോടുകൂടി ദേവകിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവകി ചിരിക്കും. അങ്ങനെ ഈ ഘോഷയാത്ര കുറച്ചു ദൂരം മുമ്പോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് ആ അശരീരി? ഹേ ദുഷ്ടനായ കംസ, നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ഈ സഹോദരി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. അതിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നീ തന്നെ അതിനൊരു മാർഗം കണ്ടുപിടിക്കുക. ഇങ്ങനെയായിരുന്നു ആ അശരീരി. അപ്രതീക്ഷിതമായ ഈ അശരീരി കേട്ടപ്പോൾ കംസൻ നടുങ്ങി. മരണഭീതി അത് എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികം. അത് കേട്ടതും ഈ സഹോദരിയുടെ വയറ്റിൽ ജനിക്കുന്ന പുത്രൻ എന്നെ വധിക്കും, അങ്ങനെയാണെങ്കിൽ ഇവളും എനിക്ക് ശത്രു തന്നെ എന്ന് കംസൻ ഒരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിട്ട് തീക്ഷണമായ കണ്ണുകളോടുകൂടി കംസൻ സഹോദരിയെ നോക്കുന്നു. അതുവരെ തൻ്റെ ആത്മാവിനെ പോലെ സ്നേഹിച്ചിരുന്ന ആ അനുജത്തി ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വലിയ ശത്രുവായി മാറുകയാണ്. ഇവളുടെ പുത്രൻ എന്നെ കൊല്ലുമെങ്കിൽ അതിനു മുമ്പ് ഇവളെ ഞാൻ കൊല്ലും. ഈ ജനമധ്യത്തിൽ വെച്ചു തന്നെ ഇവളെ ഞാൻ കൊന്നിരിക്കും. എൻ്റെ വാളിന് ഇവളെ ഞാൻ ഇരയാക്കും. നിന്റെ രക്ഷാമാർഗം ആരാഞ്ഞുകൊള്ളുവാൻ ആ അശരീരി എന്നോട് പറഞ്ഞിരിക്കുന്നു. ദൈവം അതിന് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ആ അശരീരിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ദൈവവചനം തെറ്റാതിരിക്കില്ല. ഇങ്ങനെ അലറുകയാണ് ആര്? കംസൻ. എന്നിട്ട് കയ്യിലിരുന്ന ചമ്മട്ടിക്കോലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വാളും കയ്യിലെടുത്തുകൊണ്ട് മുമ്പോട്ട് ചാടി. എന്നിട്ട് അനുജത്തിയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു വലിച്ച് ദേവകിയെ പൊക്കിയെടുത്ത് ദേവകിയുടെ കഴുത്ത് വെട്ടുന്നതിനായി കംസൻ വാളോങ്ങി. ദേവകി പേടിച്ചു പോയി.
കണ്ണുമടച്ച് വാവിട്ട് കരഞ്ഞു. അത് കണ്ടതും എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. പെട്ടെന്ന് തന്നെ ആഘോഷമെല്ലാം നിലച്ചു. പിന്നീട് എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിനു പകരം ഭയമായി മാറി. ആ സമയം വസുദേവൻ കംസന്റെ കൈയും വാളും കൂട്ടിപ്പിടിച്ച് തടുത്തുകൊണ്ട് ശാന്തതയോടുകൂടി ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മൻ, ചെയ്യരുത്, സ്ത്രീവധം പാപമാണ്. അങ്ങയുടെ കയ്യാൽ മരിക്കുവാൻ വേണ്ടി ഇവൾ എന്തു കുറ്റം ചെയ്തു? ആകാശത്തു നിന്നും ഒരു അശരീരി കേട്ടു എന്ന് കരുതി അതിനെ പൂർണ്ണമായും അങ്ങ് എന്തിനാണ് വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിച്ച് സ്വന്തം സഹോദരിയെ വധിക്കാനൊരുങ്ങുന്നത് കഷ്ടമല്ലേ? ലോകത്തിൽ മനുഷ്യനായി പിറന്നാൽ അവന് മരണമുണ്ട്. ഇവിടെ അങ്ങ് ബുദ്ധിമാനല്ലേ? അങ്ങയെ കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി, അങ്ങയ്ക്ക് ദോഷമുണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ, ഏതെങ്കിലും രാക്ഷസന്മാരുടെ പണിയാണോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അത് തന്നെയുമല്ല, ദേവകിയല്ലല്ലോ അവിടുത്തെ വധിക്കുന്നത്, അവളുടെ 8ാമത്തെ പുത്രനാണ് അങ്ങയെ വധിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇവൾക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്ന് പോലും ആർക്കും അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ വസുദേവർ കംസനോട് പറഞ്ഞു എങ്കിലും കംസൻ അതൊന്നും വിശ്വസിച്ചില്ല. കംസൻ്റെ മനസ്സ് ശാന്തമായതുമില്ല. വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വസുദേവർ പിടിവിട്ടാൽ അപ്പോൾ ദേവകിയുടെ കഴുത്ത് അറക്കും. വീണ്ടും വസുദേവർ പറയുകയാണ്, മഹാരാജാവേ, ഞാൻ പറഞ്ഞതൊന്നും അങ്ങേക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. ഇവളുടെ 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കും എന്നാണല്ലോ അശരീരി കേട്ടത്. ഇവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രസവം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങയെ കൊണ്ടുവന്നേൽപ്പിക്കാം. അങ്ങ് എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് വസുദേവർ പറയുകയും വസുദേവർ ആ കാര്യം സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അത് കേട്ടതും കംസന് ഒരു മനംമാറ്റമുണ്ടായി. വസുദേവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് എന്ന് കംസൻ അറിയാം. അങ്ങനെ കംസൻ അത് സമ്മതിക്കുന്നു. അതിനുശേഷം കംസൻ രഥത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ട് പിന്നെ അനുജത്തിയെ കൊണ്ടുപോകാനൊന്നും നിന്നില്ല, തിരിച്ചുപോയി. വേറെ സാരഥി വന്നിട്ട് അവരെ അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവകി എന്തു ചെയ്തു? ഗർഭം ധരിച്ചു. ആദ്യ ഗർഭമായതുകൊണ്ട് ആരും ഭയപ്പെട്ടില്ല. 10 മാസം കഴിഞ്ഞ് 10 മാസമായപ്പോഴേക്കും ദേവകി പ്രസവിച്ചു. ഒരാൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. പാല് നൽകിക്കൊണ്ടിരിക്കുകയാണ് ദേവകി. ആ സമയത്ത് വസുദേവർ വന്നിട്ട് കുഞ്ഞിനെ ചോദിച്ചു. അപ്പോൾ ദേവകി പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? 8ാമത്തെ കുഞ്ഞിനെ കൊടുത്താൽ പോരെ എന്ന് ദേവകി ചോദിക്കുന്നു. പക്ഷേ ഞാൻ സത്യം ചെയ്തു കൊടുത്തതാണ് എന്ന് വസുദേവർ പറയുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വസുദേവർ എവിടെ പോകുന്നു? കംസൻ്റെ അടുത്ത് പോകുന്നു. കംസൻ ഉടൻ തന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ, 8ാമത്തെ കുഞ്ഞ് എന്നെ വധിക്കും എന്നാണല്ലോ പറഞ്ഞത്, എനിക്ക് 8ാമത്തെ കുഞ്ഞിനെ മതി, ഈ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് കംസൻ പറയുകയും അങ്ങനെ ഈ കുഞ്ഞിനെ തിരിച്ച് വസുദേവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കംസൻ്റെ അടുത്തേക്ക് ആര് വരികയാണ്? നാരദർ വരികയാണ്. നാരദർ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. കംസൻ സ്വീകരിച്ചു. എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് ഇരുത്തിയതിനു ശേഷം എന്തിനാണ് വന്നത് എന്ന് നാരദരോട് കംസൻ ചോദിക്കുന്നു. അപ്പോൾ നാരദർ പറയുകയാണ്, അല്ലയോ ഭോജരാജാവേ, അങ്ങേക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ എന്ന് ഒരു സംശയം. അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കും എന്നാണല്ലോ അശരീരി. മുൻ ജന്മത്തിൽ കാലനേമി എന്ന അസുരനായിരുന്നു അങ്ങ്. ദേവാംശം കൊണ്ട് ദേവകീ ദേവിയുടെ പുത്രന്മാരായി പിറക്കുന്നവരെല്ലാം തന്നെ അങ്ങയുടെ ശത്രുക്കൾ തന്നെയാണ്.
അതിനാൽ അങ്ങയെ വധിക്കുവാൻ എട്ടാമത്തെ പുത്രൻ തന്നെ വേണമെന്നില്ല. ഏതു പുത്രനും അങ്ങയെ വധിക്കാം. അതിനും പുറമേ ഈ എട്ടാമത്തെ പുത്രൻ്റെ സഹോദരന്മാരാണല്ലോ, ജ്യേഷ്ഠന്മാരാണല്ലോ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളും. ആ നിലയ്ക്ക് അങ്ങ് ആലോചിക്കണ്ടേ, ആ എട്ടാമത്തെ പുത്രന് സഹായമായി ബാക്കിയുള്ള 7 കുട്ടികളും ഉണ്ടാവുകയില്ലേ? നാരദൻ ഏഷണിക്കാരനാണ്, പക്ഷേ അങ്ങ് ആലോചിച്ചു നോക്കുക, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ട് അങ്ങ് വേണ്ടതുപോലെ ചെയ്യുക. ഇങ്ങനെ നാരദര് കംസനോട് പറയുന്നു. അതിനുശേഷം നാരദർ അവിടുന്ന് പോകുന്നു. കംസൻ ആലോചിച്ചു, ശരിയാണ്, നാരദര് ഏഷണിക്കാരൻ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണ്. അങ്ങനെ തോന്നിയിട്ട് കംസൻ ചാടി എഴുന്നേറ്റ് ഒരു മദയാനയെപ്പോലെ ഓടിപ്പാഞ്ഞ് സഹോദരിയുടെ മുറിയിൽ കടന്ന് തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുഞ്ഞു പൈതലിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. ഒരു വട്ടപ്പാറയുടെ മേൽ ഒരു അലക്കുകാരൻ വസ്ത്രമലക്കുന്നത് പോലെ ആ കുഞ്ഞിനെ ആഞ്ഞടിച്ചു. അങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. അതിൻ്റെ രക്തവും തലച്ചോറും 4 പാടും ചിന്നിച്ചിതറി. അതുമാത്രമല്ല, പിന്നെ ഒരു ക്രൂരകൃത്യം കൂടി ചെയ്തു കംസൻ. ജീവനെ പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണ് ചെയ്തത്? ദേവകി വസുദേവന്മാരെ ചങ്ങലയിട്ട് പൂട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കാനും കംസൻ കൽപ്പിച്ചു. അതിനുശേഷം 18 മാസം ഇടവിട്ട് ദേവകി 5 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. ആദ്യ കുഞ്ഞിൻ്റെ അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായത്. അവരെയും കംസൻ അപ്പപ്പോൾ വട്ടപ്പാറയിൽ അടിച്ചു കൊന്നുകളഞ്ഞു. സ്വന്തം സുഖത്തിന് വേണ്ടി മാതാപിതാക്കളെ പോലും കഠിനമായി ദ്രോഹിക്കുന്ന പുത്രന്മാരുണ്ട്. അവരെ ഉപദേശിക്കുന്നവൻ അവരുടെ ശത്രുവായിത്തീരുന്നു. കംസന്റെ സ്വഭാവം ഏതാണ്ട് ആ വിധത്തിലായിരുന്നു. പിതാവായ ഉഗ്രസേനൻ പാപപ്രവർത്തികൾ ചെയ്യരുതേ എന്ന് മകനെ ഉപദേശിച്ചു. അതിൻ്റെ ഫലമോ ആ വൃദ്ധനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ട് പൂട്ടി. അസുരാംശം കൊണ്ട് പിറന്നവരും ദുഷ്ടന്മാരുമായ പ്രലംഭൻ, ചാണൂരൻ, മുഷ്ടികൻ, തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി, ധേനുകൻ, ബഗൻ, അഘാസുരൻ, പൂതന തുടങ്ങിയ ധാരാളം മായാശക്തിയുള്ള രാക്ഷസന്മാർ കംസന്റെ ഉപദേശകരായി മാറി. അവർ ചാരന്മാരായി നാടുനീളെ സഞ്ചരിച്ച് എല്ലാ മനുഷ്യരെയും മഹർഷിമാരെയും നല്ല ആളുകളെയും എല്ലാം തന്നെ നിരന്തരം ഉപദ്രവിച്ചു വരികയും ചെയ്തു. പലരും കംസന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മധുര വെടിഞ്ഞ് കോസലം, വിദേഹം, നിഷദം, വിദർഭം മുതലായ അയൽ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ബ്രാഹ്മണരുടെ യാഗങ്ങളും സൽക്കർമ്മങ്ങളും മുഴുവനും മുടങ്ങി. ചുരുക്കം മധുര പാപികളുടെ ഒരു സ്ഥലമായി മാത്രം മാറി. അങ്ങനെ കംസനും കംസന്റെ കൂട്ടാളികളും കൂടി ആ വിധത്തിൽ മധുരയെ ആക്കിത്തീർത്തു എന്നതാണ് സത്യം. അങ്ങനെ ഇതുവരെ ദേവകി 6 പുത്രന്മാരെ പ്രസവിച്ചു. ഈ 6 പുത്രന്മാരെയും കംസൻ കൊല്ലുകയാണ്. അതിനുശേഷമാണ് പിന്നീട് ബലരാമൻ്റെയും ഭഗവാന്റെയും അവതാരം. ആ ഭാഗം നമുക്ക് നാളെ, അതായത് അഷ്ടമിരോഹിണി ദിവസം നാളെ ഭഗവാന്റെ അവതാര കഥ പറയാം. നിങ്ങളെല്ലാവരും ആ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.